Hello guys, welcome back to my channel. ഇന്ന് മുക്കം ഫെസ്റ്റ് തുടങ്ങുക ഗൈസ്. അപ്പം ഇന്ന് അവിടെ എന്തൊക്കെയൊക്കെ ഉണ്ട് എന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ നോക്ക് ഗൈസ്, അടിപൊളി ലൈറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ ഉള്ളിൽ പോയിട്ടുള്ള എന്താ അവസ്ഥ നോക്കെ. ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങി കൂട്ടും ഗൈസ്. അപ്പം ഞാൻ സന്തോഷത്തിലാട്ടെങ്കിൽ 2K സബ്സ്ക്രൈബേഴ്സും ആയി. പിന്നെ മുക്കം ഫെസ്റ്റിലും അന്ന് തന്നെ മുക്കം ഫെസ്റ്റും ആയി. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇതാട്ടോ എൻട്രൻസ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതാട്ടോ ഉള്ളിലേക്കുള്ള എൻട്രൻസ്. ഇതാട്ടോ അക്വാ ടണൽ. ഇത് ഭയങ്കര രസാട്ടോ. നമുക്ക് ഉള്ളിലുള്ള ഫിഷിനൊക്കെ കാണാൻ പുതിയാണ്. വെറൈറ്റി ഫിഷുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അടിപൊളി. അപ്പൊ നമ്മള് ഒരു എൻട്രി ചെയ്തോക്കാം. ഗൈസ്, ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ പ്രവേശിച്ചു. അപ്പൊ ഇതാട്ടോ നമ്മള് കാണാം ഉള്ളിലേക്ക്. അടിപൊളി ഗൈസ്. ഇതിന്റെ ഉള്ളിൽ ഇതെന്താ ഗൈസ്? എന്തോ ഒരു മീന് ക്രീമിങ് വേണ്ടിട്ട് അതിന്റെ സംഭവങ്ങൾ ഗൈസ്. മഞ്ഞ ഫിഷ്, യെല്ലോ ഫിഷ്. ഇങ്ങനെ കിടക്കണേ. ഇതിന് 4 ചത്തുപോയി ഗൈസ്. പക്ഷെ ഇത് തൂവൽ മീനാണ് ഗൈസ്. നോക്ക് ഗൈസ്, പോലത്തെ തുളസാദനാണ്. കിടക്കി പിടിച്ചാ ഗൈസ്. ഗൈസ്, ഷാർക്ക് ഒക്കെ ഉണ്ട് ഗൈസ്. ഷാർക്ക് നമുക്ക് അടുത്തയിലോട്ട് പോവാം. നോക്ക് ഗൈസ്, എന്തൊരു വലിയ മീനാ ഗൈസ്. ഇതിന്റെ കളറൊക്കെ കണ്ണൊക്കെ കാണുമ്പോ വേടിയാണ് ഗൈസ്. ഇതിന് മുയ്യ തോന്നുന്നു, മുയ്യ. പേരെന്താ? പറയാലോ. ഇത് എക്സ്റ്റിങ്യൂഷർ ആണ്, DCP എക്സ്റ്റിങ്യൂഷർ ആണ്. ഫയറുകളൊക്കെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ശാശ്വതമായിട്ട് പരിഹരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും. ഇത് ഡിമോളിഷിംഗ് ഹാമർ, കറണ്ടിലാണ് പ്രവർത്തിക്കുന്നത്. ബിൽഡിംഗ് കൊളാപ്സുകളും മറ്റൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളെ നമുക്ക് ഫലപ്രദമായിട്ട് കൂടുതൽ അപകടങ്ങളൊന്നും പറ്റാതെ പുറത്തെടുക്കാൻ പറ്റും. ഇത് റോപ്പ് ത്രോയിങ് ബാഗ് എന്ന് പറയും. നമ്മള് എന്തെങ്കിലും അപകടങ്ങളൊക്കെ പറ്റി കിടക്കുന്ന ഒരാൾക്ക് ഫലപ്രദമായിട്ട് എത്ര ദൂരത്തേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റും. ഈ ഭാഗം നമ്മളെ കയ്യിൽ ലോക്ക് ഇട്ടതിന് ശേഷം ഇത് എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പിടിക്കാൻ പറ്റും. ഇവിടെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വരില്ല. ഇവിടെ നിന്നാണ് ഫയർ പുറത്തോട്ട് വരുന്നത്. ഇത് ത്രോയിങ് ബാഗ് എന്ന് പറയും. ഇത് ഹൈഡ്രോളിക് കോമ്പി ടൂൾസ് ആണ്. ആക്സിഡന്റുകളൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പികളെ അകത്താൻ പറ്റും, കമ്പികൾ മുറിക്കാൻ പറ്റും, പിന്നെ വലിച്ചടിപ്പിക്കാൻ പറ്റും. അതിനൊക്കെ ഉപയോഗിക്കുന്നത് ഹൈഡ്രോളിക്കിലാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ 3 വെറൈറ്റീസ് ആണ്. ഒരേ സമയം കട്ട് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക, അകത്തുകയും ചെയ്യുക. മറ്റേത് കട്ടിങ് ആണ്, അത് ഇരുമ്പ് കട്ട് ചെയ്യുക, അതേപോലത്തെ ഇതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. PPE ആണ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അതായത് അണ്ടർ വാട്ടർ റെസ്ക്യൂകൾക്ക് ഉപയോഗിക്കുന്നത്. വെള്ളത്തിന്റെ അടിയിൽ ആളുകൾ അകൽപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഇത് സ്കൂബ സെറ്റ് എന്ന് പറയും. സ്കൂബ എന്ന് പറയും. ഇത്
സ്യൂട്ടാണ്, സ്കൂബ സ്യൂട്ട്. ഇത് ഫുൾ വിഷൻ മാസ്ക്, പുറത്ത് BCD, സിലിണ്ടർ, ഗേജ് കൺസോൾ, SPG എന്ന് പറയും, സബ്മേഴ്സിബിൾ പ്രഷർ ഗേജ് കൺസോൾ എന്ന് പറയും. ഇതിനകത്ത് ഡയറക്ഷൻ ഉണ്ടാവും, അതേപോലെ അതിൻ്റെ അകത്ത് സിലിണ്ടറിനകത്ത് എത്ര പ്രഷർ ഉണ്ട്, ഡെപ്ത് മനസ്സിലാവും, എത്ര ഡെപ്തിൽ വരെ മുങ്ങിയിട്ടുണ്ട് എന്ന്. ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് എയർ ആണ്, ഓക്സിജൻ അല്ല, അറ്റ്മോസ്ഫിയറിക് എയർ ആണ്. അതിൻ്റെ അകത്ത് നൈട്രജനുള്ള സാധാരണ നമ്മൾ ശ്വസിക്കുന്ന എയർ ആണ്. ഒരു പ്രാവശ്യം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 40 മിനിറ്റ് വരെ നമുക്ക് ശ്വസിക്കാനുള്ളത് കിട്ടും. 30 മിനിറ്റ് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മുക്കം സ്റ്റേഷനിൽ. വെൽക്കം.